മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മള് ഉജബാഉൽ മഹ്ജർ കഴിഞ്ഞതിന് ശേഷം പിന്നെ അന്തലുസിൽ സ്പെയിനിലെ പണ്ഡിതന്മാരെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അതിന്റെ കംപ്ലീറ്റേഷൻ ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ഇബ്നു ദർറാജ് അൽ ഖസ്തലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇബ്നു ദർറാജ് അൽ ഖസ്തലി എന്നാണ്. ഇബ്നു ദർറാജ് അൽ ഖസ്തലി ഹിജ്റ 347 ഇദ്ദേഹത്തിന്റെ ജനനം. ഹിജ്റ 347 ഇദ്ദേഹത്തിന്റെ ജനനം. 421 മരണം. ജനനം, 421 മരണം. നമ്മൾ കൊർഡോവ എന്നൊക്കെ വിളിക്കുന്ന കുർത്തുബയിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. ഉലിദ ഫി ഖുർത്തുബ. നിങ്ങളെന്താ വീഡിയോ ഓണാക്കാത്ത എന്നൊരു ആശങ്ക അവിടെ പ്രകടിപ്പിക്കേണ്ട കുട്ടികൾ. വീഡിയോ ഞാൻ പിന്നെ ഫാറൂഖ് കോളേജിൽ നിന്ന് നല്ല വിയർത്തിട്ട് വരികയാണ്. അപ്പോ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ മുമ്പിൽ നമ്മള് സെറ്റപ്പിൽ വരണ്ടേ? അത് ശരിയാണ്. ഓക്കെ അതുകൊണ്ടാണ്. നാളെ എങ്ങനെ സെറ്റപ്പ് ആയിട്ട് വരും. നാളെ ഞാൻ അത്രയൊക്കെ ഉഷാറായിട്ട് വരും. ആയിക്കോട്ടെ. ഇദ്ദേഹത്തെ പറ്റിട്ട് സാലിബി യതീമത്തു ദഹറിൽ പറഞ്ഞു, ഇദ്ദേഹം പിന്നെ യമൻ, സിറിയ, അതുപോലെ മിസ്ർ തുടങ്ങിയ നാടുകളില് മുത്തനബി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സ്പെയിൻ നാടുകളിൽ ഇദ്ദേഹം. അതായത് അന്തലുസിൽ മുത്തനബിയുടെ സ്ഥാനത്തുള്ള കവിയാണ് ഇബ്നു ദർറാജ് അൽ ഖസ്തലി എന്ന് പറഞ്ഞത്. ഹുവ കൽ മുത്തനബി ഫി ഷാം എന്ന് എഴുതിക്കോളി. സിറിയയിൽ മുത്തനബിയെ, ഷാം എന്ന് ഷാമോട് ഉദ്ദേശിക്കുന്നത് പഴയ ഷാമാണ്. പഴയ ഷാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ പിന്നെ ഫിലസ്തീനും മിസ്രൊക്കെ പെടും. അപ്പോ പിന്നെ ഈ നാടുകളിൽ മുത്തനബിക്ക് ഉണ്ടായിരുന്ന പവർ അന്തലുസിൽ ഇബ്നു ദർറാജിലേക്ക് ഉണ്ടായിരുന്നു. ഇബ്നു ദർറാജ് അൽ ഖസ്തലി അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ചെറുതായിട്ട്. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് ഇബ്നു ഖഫാജ. 2 ഇബ്നു ഖഫാജ. ഇദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം ബിനു അബിൽ ഫത്ത്. നിങ്ങളെ പുസ്തകം ഉണ്ടോ ഉസ്താദെ? അതില് ഇബ്നു ഖഫാജ ഡീൽ ചെയ്തിട്ടുണ്ടോ? ഇബ്നു ദർറാജ്, ഇബ്നു ഖഫാജ, എനിക്ക് ഓർമ്മയില്ല. ഇബ്നു ഖഫാജ ഉണ്ട്. ഇബ്നു ഖഫാജ ഉണ്ട്. കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ.
പക്ഷെ എന്റെ പുസ്തകത്തിലുള്ള പോയിന്റ്സ് നമുക്ക് ഇലാഫാത്തുകളാണ് നമ്മൾ അൽഹംദുലില്ലാ നമ്മുടെ ക്ലാസ്സുകളിൽ ഉള്ളത്. ഇബ്രാഹിം ഇബ്നു അബിൽ ഫത്തഹ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇബ്നു ഖഫാജിയുടെ പേര് ഇബ്രാഹിം ഇബ്നു അബിൽ ഫത്തഹ്. ജനനം 450-ലാണ്, മരണം 533-ലാണ്. അന്തലുസിലെ ഷക്കർ എന്ന ദ്വീപിലാണ് ഇദ്ദേഹം ജനിച്ചത്. വുലിദ ബി ജസീറത്തി ഷക്കർ. ഇദ്ദേഹം ഷായിറു ത്വബിയയാണ്. എക്സാമ്പിൾ വന്നിട്ടുണ്ട്, പ്രകൃതിയുടെ കവിയാണ് ഇദ്ദേഹം. പ്രകൃതിയെ വിശേഷിപ്പിക്കുക, പ്രകൃതിയുടെ ജമാല് അത് പാടുക, അതായിരുന്നു ഇദ്ദേഹം തന്റെ പ്രധാന തീമായി തന്റെ ഖസീദകളിൽ ഉണ്ടായിരുന്നത്. നിങ്ങള് കോയിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ ക്ലാസ്സിന്. എന്ന് പോരേന്ന ക്ലാസ് എടുക്കണ ഹബീബി. അല്ലെ പ്രകൃതിയുടെ കവി എന്നൊക്കെ പറഞ്ഞപ്പോഴേ പ്രകൃതി മറക്കൂല. ഇബ്നു ഖഫാജിനെ മറക്കൂല ഇൻഷാ അല്ലാഹ്. ഇദ്ദേഹം നസീഹുൻ നഫ്സ് ആയിരുന്നു. അതായത് നമ്മളെ നാബിഹ അതുപോലെ സുഹൈർ ഈ ആളുകളെ പോലെ ഒന്നും ആയിരുന്നില്ല. അതായത് പിന്നെ കവിത കൊണ്ടിട്ട് പിന്നെ രാജാക്കന്മാരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങണ കവിത ഒരു പിന്നെ സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് ആക്കിയ ആളായിരുന്നല്ലേ ഇദ്ദേഹം. ആരെയും മദ്ഹ് പറയാറില്ല അദ്ദേഹം. അദ്ദേഹം പ്രകൃതിയെ വസ്തു ചെയ്യുക, ഇതാണ് ഇദ്ദേഹത്തിന്റെ പണി. അന്നത്തെ സ്പെയിനിലെ രാജാക്കന്മാരെ മദ്ഹ് പറയാനോ അതുപോലെ ഒരു പിന്നെ താൻ ജീവിക്കുന്ന ദ്വീപിൽ ആയിരുന്നു തന്റെ യുവത്വവും അതുപോലെ യുവത്വത്തിന് ശേഷമുള്ള ഘട്ടങ്ങളൊക്കെ രാജാക്കന്മാരെ കാണാൻ വേണ്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവില്ല. ഏത് സാഹചര്യത്തിൽ അന്നത്തെ കാലഘട്ടത്തിലെ രാജാക്കന്മാർ കവിതയ്ക്ക് നല്ല പ്രാധാന്യം കൊടുക്കുകയും കവിതകൾക്ക് ധാരാളം ഓഷാരമായ സമ്മാനങ്ങൾ കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ അന്തലുസുകാർ അൽ ജനാൻ എന്നുള്ള പേര് ലക്കബ്, ജനാൻ എന്ന് പറഞ്ഞ തോട്ടം, പൂന്തോട്ടം എന്നുള്ള അർത്ഥത്തിലേക്ക് അൽ ജനാൻ എന്നുള്ള ലക്കബ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇദ്ദേഹം മരിച്ചത് 533-ലാണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇബ്നു ഹാനി പടിഞ്ഞാറിന്റെ മുത്തനബി എന്നുള്ള പേരിൽ. അന്നത്തെ പടിഞ്ഞാറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിറിയ അല്ല, സ്പെയിനാണ്. പടിഞ്ഞാറിന്റെ മുത്തനബിയിൽ ഗർബ് എന്നുള്ള പേരിൽ ഒരുപാട് ചോദ്യം വന്ന ആളാണ് ഇബ്നു ഹാനിയാണ്. കുറച്ച് വയസ്സ് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഇബ്നു ഹാനി
സ്പെയിനില് ഫാത്തിമിയ രാജ്യത്തായിരുന്നു ഇദ്ദേഹം ജനിച്ചത്. ഫാത്തിമിയ ദൗല എന്ന് പറഞ്ഞാൽ ഷിയാക്കളുടെ രാജ്യം. ഷിയാക്കളുടെ രാജ്യം മിസ്റിലും സ്പെയിനിലും പല നാടുകളിലുണ്ട്. അവരുണ്ടാക്കിയ ആ രാജ്യത്തിന്റെ പേരാണ് അദ്ദൗലത്തുൽ ഫാത്തിമിയ. അപ്പൊ ഫാത്തിമിയ ദൗലത്തിലായിരുന്നു ഇബ്നു ഹാനിന്റെ ജനനം. സ്പെയിനിന്റെ ചരിത്രത്തിൽ മൊത്തത്തിൽ എല്ലാ ഘട്ടത്തിലും ഏറ്റവും വലിയ കവി ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഇബ്നു ഹാനിയാണ്. അഷ്അറു ഷുഅറാഇൽ അൻദലുസി അലൽ ഇത്ലാഖ് ഇബ്നു ഹാനിയാണ്. നമ്മളെ മൊത്തത്തിൽ അറബി സാഹിത്യത്തിന്റെ ചരിത്രം എടുത്തു നോക്കുന്ന ഏറ്റവും ടോപ്പ് കവി ഇമ്രുൽ ഖൈസ് ആണല്ലോ. അത് കവി ഇബ്നു ഹാനിയാണ്. അദ്ദേഹം ജനിച്ചത് സ്പെയിനിലെ ഇഷ്ബീലിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇഷ്ബീലിയ ഇമ്പോർട്ടന്റ് ആണ്. ഇഷ്ബീലിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ കുടുംബം മുഹല്ലബിനു അബി സുഫ്രയുമായി കൊണ്ട് മുഹല്ലബിനു അബി സുഫ്ര എന്ന് പറഞ്ഞാല് പിന്നെ ഒരു അറബി സാഹിത്യത്തിലും അതുപോലെ ഒരുപാട് പരാമർശിക്കപ്പെട്ട ഒരു വലിയൊരു ഫാരിസാണ്. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച വലിയൊരു ഫാരിസാണ് മുഹല്ലബിൻ അബി സുഫ്ര. ഖവാർജിയിൽ നിന്നുള്ള ഖത്തരീബിൻ ഫുജാ, ഹജ്ജാജ് ബിൻ യൂസുഫ്, അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഖവാരിജോ അല്ലെങ്കിൽ മുഅ്തസിലത്തോ ഒന്നും അല്ലാത്ത ആളാണ്. പിന്നെ സുന്നി എന്ന് നമുക്ക് പറയാൻ പറ്റിയ ആളാണ് മുഹല്ലബിൻ അബി സുഫ്ര. ആ മുഹല്ലബിൻ അബി സുഫ്ര എന്റെ നസബുമായിട്ട് ഇദ്ദേഹത്തിന്റെ നസബ് ചേരുന്നുണ്ട്. അപ്പോ ഇദ്ദേഹത്തിന്റെ കവിതകളില് ഫൽസഫയും മറ്റൊക്കെ ഉണ്ട്. ദീനിന് വിരുദ്ധമായ പല സംഗതികളും ഇദ്ദേഹത്തിന്റെ കവിതകളിലൊക്കെ ഉണ്ട് എന്ന് നാട്ടുകാർ പ്രചരിപ്പിക്കുകയും അങ്ങനെ രാജാവും ഇഷ്ബീലിയയുടെ ഹാക്കിമും ഇയാളും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവിലേക്ക് നിവേദനം സമർപ്പിക്കപ്പെടുക ചെയ്ത സമയത്ത് രാജാവ് മുഖം രക്ഷിക്കാൻ വേണ്ടിക്കൊണ്ട് ഇദ്ദേഹത്തെ ജയിലിലടച്ചു. അങ്ങനെ ഇദ്ദേഹത്തിന് സ്പെയിൻ വിടേണ്ടി വന്നു. അങ്ങനെ ഇദ്ദേഹം ജൗഹറു സഖലി എന്ന് പറഞ്ഞാല് ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി ഒക്കെ സ്ഥാപിച്ച സ്ഥാപകന്റെ പേരാണ് ജൗഹറു സഖലി. അങ്ങനെ ജൗഹറു സഖലിയെ തേടി പോവുകയും ജൗഹറു സഖലിയെ മദ്ഹ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇദ്ദേഹം പേര് ജൗഹറു സഖലി. അങ്ങനെ ഇദ്ദേഹത്തിന്റെ യാത്രയിൽ ഇദ്ദേഹം ഈജിപ്തിൽ എത്തിയിട്ടില്ല. സ്പെയിനിൽ നിന്നുള്ള യാത്രയിൽ തുണീഷ്യയിൽ വെച്ചുകൊണ്ട് ഏകദേശം ഇദ്ദേഹം പിന്നെ ബുർക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് മരിച്ചത്. ബുർക്ക ബുർക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇദ്ദേഹം കൊല്ലപ്പെട്ടു. ഹിജ്റ 362 കൊല്ലപ്പെട്ടു. അപ്പോ ഇദ്ദേഹത്തിനക്ക് മുത്തനബിൽ ഗർബ്, പടിഞ്ഞാറിന്റെ മുത്തനബി എന്ന് ഇദ്ദേഹത്തിന് പേര് വരാൻ കാരണം ഇദ്ദേഹത്തിന്റെ കവിതകളിലൊക്കെ മുത്തനബിയുടെ ശൈലിയിലാണ് ഇദ്ദേഹത്തിന്റെ കവിതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക.
മുത്തനബിയുടെ ശൈലിയിലും മുത്തനബിയുടെ ആ ഹിക്കമത്തും മുത്തനബിയുടെ ഉസ്ലൂബൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ കവിതകൾ നിയന്ത്രിച്ചിരുന്നത്. ഇനി ഇബ്നു സൈദൂൻ ആണ്. ഇബ്നു സൈദൂൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇദ്ദേഹത്തിന്റെ പേര് അബുൽ വലീദ് അഹ്മദ് ബിനു അബ്ദില്ല. അബുൽ വലീദ് അഹ്മദ് ബിനു അബ്ദില്ല. ഇദ്ദേഹം സ്പെയിനിലെ കവിയായിരുന്നു, അതുപോലെ മന്ത്രിയായിരുന്നു. വസീറുൻ വ ഷാഇറുൻ അന്തലുസിയും. ഈ കവി ഇബ്നു സൈദൂൻ എന്ന് പറഞ്ഞ കവി അറിയപ്പെട്ടത് വല്ലാദ ബിൻതുൽ മുസ്തഖ്ഫി, മുസ്തഖ്ഫിയുടെ മകൾ വല്ലാദയുമായി കൊണ്ട് പ്രേമത്തിലായിരുന്നു ഈ കവി. ഉരിഫ ബി ഹുബ്ബിഹി ലി വല്ലാദ ബിൻതുൽ മുസ്തഖ്ഫി. എത്രോ 10-11 പ്രാവശ്യമെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും. ഈ മുസ്തഖ്ഫിയുടെ മകളായ വല്ലാദ കൊണ്ട് അറിയപ്പെട്ട കവി ആരാണ്? ഉരിഫ ബി ഹുബ്ബിഹി ലി വല്ലാദ ബിൻതുൽ മുസ്തഖ്ഫി. ഇദ്ദേഹം ജനിച്ചത് കൊർഡോവയിലാണ്, കുർത്തുബയിലാണ് ഇദ്ദേഹം ജനിച്ചത്. പടിഞ്ഞാറിന്റെ ബുഹ്തുരി എന്നുള്ള പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ബുഹ്തുരിയുൽ ഗർബ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹം. സ്പെയിനിലെ ബുഹ്തുരിയാണ്. സ്പെയിനിലെ മുത്തനബി ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നു ഹാനി. ഇദ്ദേഹം ബുഹ്തുരിയുൽ ഗർബ്, സ്പെയിനിലെ ബുഹ്തുരി എന്നുള്ള പേരിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടത്. പിന്നെ പേരെന്നെ നോക്കി, ഇദ്ദേഹം അബുൽ വലീദ് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. ബുഹ്തുരിയുടെയും അതേ കുനിയത്താണ് ബുഹ്തുരിക്കും, അബുൽ വലീദ് എന്നുള്ള കുനിയത്താണ്. ഇദ്ദേഹത്തിന്റെ ചില മുസന്നഫാത്തി എക്സാമിൽ ചോദിക്കാറുണ്ട്, അത് നോട്ട് ചെയ്യണം. ഒന്ന് അർ-റസായിലുൽ ഹസലിയ, ഒന്ന് അർ-റസായിലുൽ ഹസലിയ, തമാശ കത്തുകൾ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ചില ആളുകളെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കത്തുകളാണ് അർ-റസായിലുൽ ഹസലിയ. പിന്നെ ഇദ്ദേഹത്തിന് തന്നെ അർ-റസായിലുൽ ജിദ്ദിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് അദ്ദേഹം എഴുതിയ റിസാലകളാണ്. അതില് പിന്നെ അദ്ദേഹം തമാശയും പരിഹാസവും ഒന്നുമല്ല ഉള്ളത്. അദ്ദേഹം പിന്നെ വളരെ കാര്യമായിട്ട് എഴുതിയ റിസാലയാണ്. പിന്നെ റിസാലത്തുൽ ഇസ്തിഅ്താഫ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്. അതായത് കരുണ ചോദിച്ചുകൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ റിസാലകളാണ്. കരുണ ചോദിക്കാനാല് അതിന്റെ പിന്നാലെ ഒരു ചരിത്രമുണ്ട്. ഇദ്ദേഹം ഇബ്നു ജഹൂർ രാജാവിന്റെ മന്ത്രിയായിരുന്നു ഇദ്ദേഹം. ഇബ്നു ജഹൂർ രാജാവിന്റെ മന്ത്രിയായിരുന്നു. ഇബ്നു ജഹൂർ രാജാവിന്റെ ശത്രുവായിരുന്നു മുഅ്തളിദ് രാജാവ്. അപ്പോ ഇബ്നു ജഹൂർ തെറ്റിദ്ധരിച്ചു ഇബ്നു സൈദൂൻ തന്റെ ശത്രുവായ മുഅ്തളിദ് രാജാവിനോട് പിന്നെ മനസ്സിൽ അടുപ്പുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുകയും അങ്ങനെ ജയിലിൽ അടക്കുകയൊക്കെ ചെയ്തു ഇബ്നു സൈദൂൻ. അങ്ങനെ ഒരുപാട് കാലം ജയിലിൽ കടന്നു. അപ്പൊ ഈ ജയിലിൽ കടന്ന സമയത്തൊക്കെ കരുണ ചോദിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ റിസാലയാണ് റിസാലത്തുൽ ഇസ്തിഅ്താഫ്. ഇബ്നു ജഹൂർ എന്ന് പറഞ്ഞ രാജാവിന്റെ മന്ത്രിയായിരുന്നു.
അപ്പൊ ഇബ്നു ജഹൂർ എങ്ങനെങ്കിലും എനിക്ക് റഹ്മത്ത് ചെയ്യണം, എന്നെ ജയിലിൽ നിന്നൊക്കെ മോചിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരുപാട് കത്തെഴുതി. അതാണ് റിസാലത്തുൽ ഇസ്തിഅ്താഫ്. ഇനി വല്ലാദ ബിൻതുൽ മുസ്തഖ്ഫി. അപ്പൊ ബുഹ്തുരിയിൽ ഖർബ ആരാന്ന് ചോദിച്ചാൽ ത്വാഹ എന്താ മറുപടി പറയാ? ത്വാഹ ഉറങ്ങാണോ ഉസ്താ? ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ. വല്ലാദ ബിൻതുൽ മുസ്തഖ്ഫി. ഇത് കവിയത്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നു സെയ്ദൂന്റെ മഹ്ബൂബത്താണ് ഇദ്ദേഹം. അമീറ അന്തലുസിയ, ഒരു സ്പെയിനിലെ അമീറത്തായിരുന്നു. മുസ്തഖ്ഫി ബില്ല എന്ന ഖലീഫയുടെ മകളായിരുന്നു. മുസ്തഖ്ഫി ബില്ല. ഈ കവിയത്രിക്ക് ഒരു മജ്ലിസ് ഉണ്ടായിരുന്നു കൊർഡോവയില്, സാലൂനുൻ അദബിയുൻ. ഒരു മജ്ലിസുൻ അജബിയുൻ, ഒരു അദബ് സാഹിത്യം ചർച്ച ചെയ്യാനുള്ള ഒരു മജ്ലിസ് ആയിരുന്നു. ആ മജ്ലിസില് ഒരുപാട് സാഹിത്യകാരന്മാരും കസീതകളും മറ്റൊക്കെ ആയിട്ട് വരുമായിരുന്നു. ഒരു സൂക്കൂക്കാത് പോലുള്ള ഒരു സംഗതിയായിരുന്നു. അങ്ങനെ ഇവളുടെ മജ്ലിസിൽ വെച്ച് ഇബ്നു സെയ്ദുവിനെ പരിചയപ്പെടുകയും ഇവൾ തമ്മിൽ ഭയങ്കര പ്രേമത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പക്ഷെ ഇബ്നു സെയ്ദൂൻ എന്ത് ചെയ്തു? പിന്നെ ഒരു അടിമ സ്ത്രീയെ, നല്ല സൗന്ദര്യമുള്ള ഒരു അടിമ സ്ത്രീയെ സ്നേഹമുണ്ട് എന്ന് നടിച്ചു. ഈ വല്ലാതെയുടെ സ്നേഹം ഗീറത്ത് ഇളക്കാൻ വേണ്ടി. ഗീറത്ത് എന്ന് പറഞ്ഞാല് രണ്ടാമതൊരു പെണ്ണ് കിട്ടുമ്പോ മനസ്സിലാവുന്നു ഗീറത്ത് എന്ന് പറഞ്ഞാൽ, അതാണ് ഗീറത്ത്. അപ്പം പിന്നെ ഒരാൾക്ക് രണ്ട് ഹബീബത്ത് ഉണ്ടാകുമ്പോ ഒന്നാമത്തെ ഹബീബത്തിനക്ക് മറ്റേ ഹബീബത്തിനോടാണോ ഇവനക്ക് കൂടുതൽ സ്നേഹം എന്നൊക്കെ തോന്നുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു വാശി, ആ ഒരു പക, അതിനേക്കാണ് ഗീറത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ചെയ്തതായിരുന്നു. പക്ഷെ അത് പിന്നെ ഇവർ തമ്മിലുള്ള തർക്കത്തിലേക്കും തെറ്റലിലേക്കൊക്കെ കലാശിച്ചു. അങ്ങനെ ആ സ്നേഹം കൂടുതൽ നീണ്ടു നിന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത്. ക്രിസ്തു വർഷം 994 ജനനം, 1091 മരണം. ഇനി അടുത്തത് ഇതൊക്കെ പഴയ സിലബസിൽ ഇല്ലാത്ത ആളുകളാണ്, കുറെ ആളുകളും ഒക്കെ. നമ്മൾ ജസ്റ്റ് മരണവർഷം, ജനിച്ച വർഷം, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അതോ? ഇബ്നു സെയ്ദുൻ ഇമ്പോർട്ടന്റ് ആണ്, ഇബ്നു ഹാനി ഇമ്പോർട്ടന്റ് ആണ്, ഇവരൊക്കെ ഇബ്നു ഖഫാജ ഇമ്പോർട്ടന്റ് ആണ്, വല്ലാദ ബിൻതുൽ മുസ്തഖ്ഫി ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഹംദൂന ബിൻതു സൈനബ്.
പിന്നെ മഗ്രിബിന്റെ ഖൻസ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇഷ്തഹറത് ബി ഖൻസാഇൽ മഗ്രിബ്. പടിഞ്ഞാറിലെ ഖൻസാ നമുക്കറിയാലോ, പിന്നെ മുഖറമത്തായ സ്വഹാബിയത്തായ കവിയത്രിയാണല്ലോ ഖൻസാ. അപ്പൊ പടിഞ്ഞാറിലെ ഖൻസ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത് ഹംദൂന. അങ്ങനെ പേര് പറയാനുള്ള കാരണം ഖൻസായ് അറബി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അനുശോചന കവിത എഴുതിയ കവിയത്രിയാണ് അൻഷ. റസായിൽ അറിയപ്പെട്ട ആളാണ്. അപ്പോ അതേ പണി തന്നെയായിരുന്നു ഹംദൂനക്കും. മിക്ക കവിതകളിലും അനുശോച റസ ആയിരുന്നു തീം ഉണ്ടായിരുന്നത്. ഷായിറത്തുൽ അന്തലുസ്, സ്പെയിനിലെ കവി എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. ഷായിറത്തുൽ അന്തലുസ് എന്നുള്ള ലക്കബുണ്ടായിരുന്നു. പിന്നെ ഇബ്നു ഖഫാജയെ പറ്റി നമ്മൾ പറഞ്ഞു. എന്താണ് ഇബ്നു ഖഫാജ ഷായിറു തൊബി ആയിരുന്നു. അതുപോലെ തന്നെ ഇവര് ഷായിറത്തു തൊബിഅ, ചില കസീദകളിലൊക്കെ പ്രകൃതിയെ വിശേഷിപ്പിച്ചിട്ടും കസീദകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഷായിറത്തു തൊബിയാണ് മറ്റേത്. ഇത് ഷായിറത്തു തൊബിഅ. ഹിജ്റ 600 മരണം. ജനനം ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, എന്റെ നോട്ടിൽ ഞാൻ എഴുതാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. മരണം 600. ഇനി അടുത്തത് ഹഫ്സ ബിൻതുൽ ഹാജ്. ഹഫ്സ ബിൻതു സിയാദും ഇത് ഒന്ന് തന്നെയാണോ? ഹഫ്സ ബിൻത് സിയാദ് എന്ന് പറഞ്ഞാല് നമ്മളുടെ അടുത്ത വല്ലാദ ബിൻതുൽ മുസ്തഫി കഴിഞ്ഞതിന് ശേഷം ഹമ്മൂദ എന്ന് പറഞ്ഞില്ലേ? ആ ഹമ്മൂദക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു. സഹോദരിയുടെ പേര് സൈനബ് എന്നാണ്. പക്ഷെ സൈനബ് ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടു. അതിന്റെ ശേഷം പിന്നെ അറിയപ്പെട്ട കവിയത്രി ഹഫ്സ ബിൻതുൽ ഹാജ് അർ-റഖൂനിയ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്.
നേരത്തെ പറഞ്ഞ വല്ലാതെ പോലെ തന്നെ ഹുബിൽപ്പെട്ട ഷായിറത്തായിരുന്നു ഇദ്ദേഹം. അഫ്വാൻ, ഈ കവിയത്രി. ഒരുപാട് ഷായിറത്ത് അന്തരസിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹഫ്സ ബിൻതുൽ നമ്മൾ പറഞ്ഞ ഹഫ്സ ബിൻതുൽ ഹാജ്, ഹമ്മൂദ ബിൻതു സൈനബ്, ഹഫ്സ ബിൻതു സിയാദ്, അങ്ങനെ ഈ സ്പെയിനിലുള്ള മിക്ക കവിയത്രികളെ സംബന്ധിച്ചുകൊണ്ടും ഇഷ്കിൽ അതുപോലെ ഗസലിൽ ഒരുപാട് പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോരുത്തർക്കും ഒരു മെഹബൂബ് ഉണ്ടാവുകയും ആ മെഹബൂബിനെ പറ്റിയിട്ട് പല പുസ്തകങ്ങളും മറ്റൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ഇതുവരെ ഇവരെ പറ്റിയിട്ടുള്ള ഹഫ്സ ബിൻതുൽ ഹാജ് ആയാലും നേരത്തെ പറഞ്ഞ ഹമ്മൂദ ബിൻതു സൈനബിനെ പറ്റിയിട്ടൊന്നും മുമ്പത്തെ എക്സാമിൽ ചോദിക്കപ്പെട്ടിട്ടില്ല. കാരണം മുമ്പത്തെ സിലബസിലൊന്നും ഇല്ലായിരുന്നു ഇവര്. ഒർണാത്തയിലാണ് ജനനം. മരിച്ചത് മറാക്കിഷിലാണ്. മറാക്കിഷ് എന്ന് പറഞ്ഞാൽ മഗ്രിബാണ്. മറാക്കിഷ്. ഇവള് ഹഫ്സ ബിൻതു പ്രേമം, ശൃംഗാരം, ഗസലൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും. അതിനൊക്കെ നല്ല ധൈര്യമുള്ള പെണ്ണായിരുന്നു. കവിതകളിൽ നല്ല ഗസലായിരുന്നു ഉണ്ടായിരുന്നത്. ഹഫ്സ ബിൻതു സിയാദ്, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച ഹഫ്സ ബിൻതു സിയാദ് ഷായിറത്തുൻ അഫീഫത്തുൻ, നല്ല വൃത്തിയുള്ള ആത്മീയ ശുദ്ധിയുള്ള കവിയായിരുന്നു ബിൻതു സിയാദ്. പക്ഷെ ഹഫ്സ ബിൻതുൽ ഹാജ് കാനത്ത് തുഹിബുൽ ഗസല ഫി അക്സരി അശ്ആരിഹ, കൂടുതൽ കവിതകളിലും ഗസലിനെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു. ആയിരത്തി 1135 ജനനം. 1191 മരണം. ഹഫ്സ ബിൻതുൽ ഹാജിനെ ഇബ്നു സഈദ് എന്ന മന്ത്രി വളരെ അധികം സ്നേഹിച്ചിരുന്നു. നേരത്തെ ഇബ്നു സൈദൂന്റെയും വല്ലാദന്റെയും കഥ പറഞ്ഞ പോലെ തന്നെയാണ് ഇബ്നു സഈദ് എന്ന മന്ത്രി വളരെയധികം സ്നേഹിച്ചിരുന്നു. പക്ഷെ ഭാഗ്യമില്ല. കാരണം ഈ മന്ത്രിയുടെ രാജാവ്, ആ രാജാവിന്റെ പേര് അബൂ സഈദ് എന്നാണ്. ആ രാജാവ് ഈ പെണ്ണിനോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ട് രാജാവ് ഒരു പെണ്ണിനെ സ്നേഹിക്കുമ്പോൾ പിന്നെ മന്ത്രി സ്നേഹിച്ചാൽ പിന്നെ മന്ത്രി കിട്ടൂലല്ലോ, രാജാവിനല്ലേ കിട്ടുക. അങ്ങനെ ചില കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് മന്ത്രിനെ കൊല്ലുകയും അങ്ങനെ ഈ പെണ്ണിനെ സ്വന്തമാക്കുകയും ചെയ്തു. അടുത്തത് ഇബ്നു ഹസ്മാണ്. ഇമ്പോർട്ടന്റ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ൽ ജനിച്ചു, 456 മരിച്ചു. തൊബരി ഇമാമിന്റെ ശേഷം ഇബ്നു ജരീർ തൊബരി
തഫ്സീർ ത്വബരി അതിന്റെ മുസന്നിഫായ ത്വബരി ഇമാമിന്റെ ശേഷം ഏറ്റവും കൂടുതൽ താലീഫുകളുള്ള സ്പെയിനിലെ ആലിമാണ് ഇദ്ദേഹം. ത്വബരി ഇമാമിന്റെ ശേഷം ഏറ്റവും കൂടുതൽ മുഅല്ലഫിലുള്ള സ്പെയിനിലെ പണ്ഡിതനാണ് ഇദ്ദേഹം. ഖുർത്തുബയിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. ഉലിദ ഫി മദീനത്തി ഖുർത്തുബ. ഇദ്ദേഹം ലാഹിരി ആയിരുന്നു. അത് എക്സാമിന് വരാൻ സാധ്യത ഉണ്ട്. ലാഹിരി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഖിയാസ് പറ്റാത്ത, ഉസൂൽ ഫിഖിൽ ഖിയാസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ആ ഖിയാസിന് സമ്മതിക്കാത്ത ആളുകളാണ് ലാഹിരി. അതിന്റെ ഇമാമ് ദാവൂദുൽ ലാഹിരി എന്നാണ്. അതിന്റെ ശേഷം പിന്നെ ആ ലാഹിരിയത്തിന്റെ സ്ഥാപകനായി അതിന്റെ ഇമാമായി വന്ന ആള് ഇബ്നു ഹസ്മാണ്. അവർ ഖിയാസിന് അംഗീകരിക്കുന്നത്. ഷാബിസ്താവ് ഖിയാസ് എന്താന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഉസ്താദ് വിശദീകരിച്ചു കൊടുക്കണം. ഞാനിപ്പോ അത് വിശദീകരിച്ചാൽ അപ്പൊ ലാഹിരിയ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ ആളായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം മന്ത്രിയായിരുന്നു. കാന വസീറൻ സിയാസിയൻ ലി ബനി ഉമയ്യ. ബനു ഉമയ്യക്കാർക്ക് വേണ്ടിയുള്ള മന്ത്രിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ചില പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എക്സാമിന് വന്ന മുഹല്ല, അത് വേണമെങ്കിൽ ലാഹിരി മദ്ഹബിന്റെ ഭരണഘടന എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ മുഹല്ല എന്ന് പറയുന്ന പുസ്തകമുണ്ട്, മുഹല്ല. അതുപോലെ തൗഖുൽ ഹമാമ എക്സാമിന് വന്നിട്ടുണ്ട്. തൗഖുൽ ഹമാമയുടെ മുസന്നിഫാണ് ഇത്. അടുത്തത് ഇബ്നു തുഫൈൽ. അടുത്ത ആള് ഇബ്നു തുഫൈൽ. ഇബ്നു തുഫൈല് അറിയപ്പെട്ടത് ഫൽസഫയിലാണ്. ഹുവ ഫൈലസൂഫുൻ. ഫിസിക്സിലും ഫിലോസഫിയിലും ഒക്കെയാണ്. ഫൈലസൂഫുൻ ഫിസിയായിയുൻ. ഫിസിക്സിലും ഫൽസഫയിലും ഒക്കെ അറിയപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട്. ഇദ്ദേഹം ജനിച്ചത് ഉളിദഫി വാദി ആഷ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഉളിദഫി വാദി ആഷ് ഖുർത്തുബയിലാണ്. ഖുർത്തുബയിന്റെ ഏകദേശം 53 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഗ്രാമമാണിത്. ഉളിദഫി വാദി ആഷ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇദ്ദേഹത്തെ പറ്റി ചോദിക്കപ്പെട്ട ഒരു ചോദ്യം എക്സാമില് ഹയ്യു ബനു യഖ്ലാൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. ഒരു ഫൽസഫിയായ കഥയാണത്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട എന്ന് തോന്നുന്നു. ഹയ്യു ബനു യഖ്ലാൻ എന്ന് പറഞ്ഞ പുസ്തകത്തിന് മുസ്ലിഫാണ്. അത് മാത്രം പിന്നെ എല്ലാവരും നോട്ട് ചെയ്യണം. മറ്റൊക്കെ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇത് ഹയ്യു ബനു യഖ്ലാൻ എന്നുള്ളതിന്റെ കിതാബിന് മുസ്ലിഫ്. ഹയ്യു ബിനു യഖ്ലാൻ, ഹയ്യു ബിനു യഖ്ലാൻ എന്ന് പറഞ്ഞ പുസ്തകത്തിന് ഖിസ്സത്തുൻ ഫൽസഫിയ്യത്തുൻ.
ഇത് പലരും എഴുതിയിട്ടുണ്ടോ? വേറെ ചിലരിനെ ഈ ടൈറ്റിൽ വെച്ചിട്ട് ഇതിന്റെ മുഖ്തസർ എന്താ അറിയില്ല. അങ്ങനെ നമ്മൾ ഈ ഹയ്യബിനെ ഇത് മലയാളം പല ലാംഗ്വേജിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, അത് ഞാനേ ഇപ്പൊ ഈ ഹയ്യബിനെയൊക്കെ നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാലേ ഇവര് തുഫൈൽ പ്രധാനമായിട്ട് വരുമെങ്കിലും ബാക്കി പല ഓദേശത്തിന്റെ കൂടെ വരുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. ഇതിലൊരു മതവിരുദ്ധതയുള്ള കഥയാണിത്. കാര്യമൊക്കെ ഉണ്ട് തോന്നുന്നത്. ഇദ്ദേഹം കാന മുതമക്കിനൻ മിനൽ ഫൽസഫത്തി വത്തിബ്ബി വൽ ഫിസിയ. അതുപോലെ തന്നെ തിബിലും ഇദ്ദേഹം നല്ല കഴിവുള്ള ആളായിരുന്നു. ഫിസിക്സിലും ഫിലോസഫിയിലും ഒക്കെ കഴിവുള്ള പോലെ തന്നെ തിബിലും നല്ല കഴിവുള്ള ആളായിരുന്നു. ഇദ്ദേഹം ഇബ്നു റുഷ്ദ് എന്ന് പറഞ്ഞാൽ നമ്മള് സിലബസില് മുമ്പത്തെ സിലബസിലുണ്ട്, ഇപ്പോഴത്തെ സിലബസിലുണ്ടോ എന്ന് അറിയില്ല. ഇബ്നു റുഷ്ദിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. ഇബ്നു റുഷ്ദ് ഫൽസഫയില് അറിയപ്പെട്ട ആളാണല്ലോ. തഹാഫുത്തിൽ ഫലാസിഫൊക്കെ രചിക്കപ്പെട്ട. അപ്പൊ ഇദ്ദേഹവും ഇബ്നു തുഫൈലും ഇബ്നു റുഷ്ദും തമ്മില് നല്ല ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഏത് വിഷയത്തില്? ഇൽമു തിബിന്റെ വിഷയത്തില്. അതൊക്കെ പിൽക്കാലഘട്ടത്തില് ഇബ്നു റുഷ്ദ് തന്റെ കുല്ലിയാത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകത്തില് ആ സംഗതികളൊക്കെ ഇബ്നു തുഫൈലിന്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അടുത്തത് ഇബ്നു ഷുഹൈദ് ആണ്. ഇബ്നു ഷുഹൈദ് അഹ്മദ് ബിൻ അബ്ദുൽ മലിക് 382 ജനനം, 426 മരണം. സ്പെയിനിലെ മന്ത്രിയായിരുന്നു. അപ്പോ നേരത്തെ ഒരാളെ പറ്റി ഞാൻ പറഞ്ഞു, ഉമവിയ ദൗലയുടെ മന്ത്രിയായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞ സമയത്ത് ചിലവർക്ക് ഇഷ്കലുണ്ടാവും. ഉമവിയ ഭരണം ഹിജ്റ 132 അവസാനിച്ചില്ലേ? പക്ഷെ ഹിജ്റ 132 അവസാനിച്ചിട്ടുണ്ടെങ്കിലും അന്തലുസിൽ പിൽക്കാലത്ത് ആ അന്നത്തെ ഉമവികളിൽപ്പെട്ട ഒരാള് ദൗല ഉണ്ടാക്കുകയും ആ ദൗലം കുറച്ചു കാലം നീണ്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഉമവിയ ദൗലയുടെ അമീർ, അതുപോലെ പിന്നെ ഖലീഫ എന്നൊക്കെ പറയുന്നത്. ഇദ്ദേഹം ഷീർ കൊണ്ടും കർമ്മ കൊണ്ടും അറിയപ്പെട്ട ആളാണ്. ഇഷ്തഹറ ബി ഷെരിഹി വ കർമിഹി, കവിത കൊണ്ടും കർമ്മ കൊണ്ടും അറിയപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ പറ്റി ചോദിക്കപ്പെട്ട ചോദ്യം കശ്ഫുദ്ദക് വ ഈലാഹുഷക് എന്ന പുസ്തകത്തിന്റെ മുസന്നിഫാരാണ്. എക്സാമിന് വന്നിട്ടുണ്ട്. കശ്ഫുദ്ദക് വ ഈലാഹുഷക് എക്സാമിന് വന്നിട്ടുണ്ട്. കശ്ഫുദ്ദക് വ ഈലാഹുഷക്. അതുപോലെ റിസാലത്തു തവാബി വ സവാബി ഇത് രചിച്ച ആളുമാണ് ഇദ്ദേഹം.
ഇദ്ദേഹവും ഇബ്നു ഹസ്മും തമ്മിൽ മുക്കാത്തബാത്തും മുറാസലാത്തും ഉണ്ടായിരുന്നു. ഈ രണ്ട് പുസ്തകങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അത്തവാബി വസ്സവാബി എന്നുള്ള കിതാബ്, അതുപോലെ കശ്ഫുദ്ദക് വ ഈളാഹുഷക്. മറ്റൊരു പുസ്തകം, മഷൂറായ വേറൊരു പുസ്തകമുണ്ട്, ഇതുവരെ എക്സാമിൽ ചോദിച്ചിട്ടില്ല. ഹാനൂത്തു അത്താർ എന്നാണ്. ഹാനൂത്തു അത്താർ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അടുത്തത് ഇബ്നു അബ്ദ് റബ്ബിഹി. അടുത്ത കേട്ടോ, രണ്ടാളും കൂടി കഴിഞ്ഞ അന്തലൂസി കഴിഞ്ഞ, ഒന്ന് സ്പീഡിൽ കേട്ടോ. ഇബ്നു അബ്ദി റബ്ബിഹി. ഇബ്നു അബ്ദ് റബ്ബിഹി എന്ന് കേട്ടാൽ തന്നെ നമ്മളെ മനസ്സിൽ ഓടി വരണം അൽ ഇഖ്ദുൽ ഫരീദ് എന്ന് പറഞ്ഞാൽ സൂപ്പർ കിതാബാണ്. അൽ ഇഖ്ദുൽ ഫരീദ് എന്ന് പറഞ്ഞാൽ അറബി സാഹിത്യത്തിലെ ടോപ്പ് കിതാബാണ്. അതിന്റെ മുസന്നിഫാണ് ഇബ്നു അബ്ദ് റബ്ബ്. ഇദ്ദേഹം ജനിച്ചത് ഖുർത്തുബയിലാണ്. ആദ്യത്തിൽ ഒരുപാട് കവിത, ഗസലിൽ ഒരുപാട് കവിത ഇദ്ദേഹം രചിച്ചു. പിന്നെ ഇദ്ദേഹം തൗബ ചെയ്തു. തൗബ ചെയ്തതിന് ശേഷം അദ്ദേഹം ഉണ്ടാക്കിയ കിതാബിന്റെ പേരാണ് അൽ മുമഹസാത്ത്. എക്സാമിന് വന്നിട്ടുണ്ട്. അൽ മുമഹസാത്ത് എന്ന കിതാബിന്റെ മുസന്നിഫ് ആരാണെന്ന് എക്സാമിന് വന്നിട്ടുണ്ട്. അടുത്തത് ഇബ്നു ഖസ്മാൻ. ഇബ്നു ഖസ്മാൻ. അപ്പൊ അൽ ഇഖ്ദുൽ ഫരീദും അൽ മുമഹസാത്തും മറക്കരുത്. അടുത്തത് ഇബ്നു ഖസ്മാൻ. ഒറ്റ മിനിറ്റ്, ഞാനൊന്ന് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സിലബസിൽ ഇല്ല അല്ലേ? ഇല്ലാന്ന് പറയണം. ഉണ്ടെന്ന് പറയുമ്പോഴെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. അല്ല അല്ലേ, ഇല്ലെങ്കിൽ അല്ലെ പിന്നെ ഏതെങ്കിലും പുസ്തകം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പറയാം. എന്നാല് ഇബ്നു അബ്ദുർ റബ്ബിനെ പറ്റിയിട്ട് ഒരു കാര്യം കൂടി മനസ്സിലായോ. ഇദ്ദേഹം പിന്നെ മറമാടപ്പെട്ടത് ഖുർത്തുബയിലാണ്. മരിക്കുന്നതിന് മുമ്പ് ജാഹിലിന്റെ മാതിരി ഫാലജ് രോഗം പിടിപെട്ടിരുന്നു. പിന്നെ ഇബ്നു അബ്ദുർ റബ്ബിന്റെ ഇഖ്ദുൽ ഫരീദ് എന്ന് പറഞ്ഞ കിതാബ് കണ്ട സമയത്താണ് പിന്നെ ഹാദിഹി ബിദാഅത്തുന റുദ്ദത് ഇലൈന, ഇത് നമ്മുടെ ചരക്കാണ്, നമ്മളിലേക്ക് ഇത് മടക്കപ്പെട്ടു എന്ന് പറയപ്പെട്ട കിതാബ് ഏത് എന്ന് എക്സാമിന് വന്നിട്ടുണ്ട്. അതായത് സ്പെയിനിലുള്ള ആളുകൾ ഈ കിതാബ് സ്പെയിനിലുള്ള ഇബ്നു അബ്ദുർ റബ്ബ് ഈ കിതാബ് രചിച്ച സമയത്ത് പിന്നെ അന്നത്തെ ഷർക്കിലുള്ള ആളുകള് ഈ കിതാബിനെ പറ്റിയിട്ട് ഇതൊക്കെ പടിഞ്ഞാറുകാര് നമ്മളെ അടുത്തുനിന്ന് പഠിച്ച സംഗതിയാണ്, ഇപ്പൊ നമ്മളിലേക്ക് ആ ചരക്ക് മടക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഹാദിഹി ബിദാഅത്തുന റുദ്ദത് ഇലൈന. അപ്പൊ ഷാബിസ, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ശുക്രൻ ലക്കും. ബറക്കല്ലാഹു ഫീക്കും, ബറക്കല്ലാഹു ഫീക്കും. അല്ലാഹു തഖബ്ബൽ അല്ലാഹു മിൻകും. ആമീൻ. ഇന്ന് ക്ലാസ് ഞാന് പിന്നെ പുരേന്നായതുകൊണ്ട് റോഡ് സൈഡിലാണ് വീട്. ഓ
അപ്പൊ പിന്നെ ചെറിയ കുട്ടികൾക്ക് കാനൂനൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ല സത്യത്തില് ഈ ഒച്ചയൊക്കെ അനുഗ്രഹിക്കാണ്. പലരും ഉണർന്നിരിക്കാൻ കാരണം തന്നെ അതാണ്. ഒച്ചയാണല്ലേ? പ്രകൃതിയുടെ പിന്നെ പൊതുവെ നമ്മള് അല്ലാത്ത പറയുമ്പോ പ്രകൃതിയും എല്ലാം പറയാറുണ്ടല്ലോ, റൊമാൻറ്റിക് പോയട്രിയോടുമായി ബന്ധപ്പെടുത്താറുണ്ടല്ലോ. പോയോ? എല്ലാരും ആനന്ദ തുന്തിലരും സന്തോഷദായകരും ധൃതംഗ പുളങ്കിതരുമാണല്ലേ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അല്ലാഹ് യുബാരിക് ഫീക്, അതാലല്ലാഹു ഉംറക്കും. ആമീൻ ആമീൻ ഇൻഷാല്ലാഹ് ഇൻഷാല്ലാഹ്. ആയിക്കോട്ടെ 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 ഉസ്താദ്. ഒരു ചോദ്യം, ഫാത്തിമ ഒരു ചോദ്യം. സാർ മലയാളം പഠിച്ചത് എവിടുന്നാണെന്ന് ചോദ്യം. എനിക്ക് മലയാളം അറിയില്ല ശരിക്ക്, സത്യം പറയാലോ. ഇത്ര സ്റ്റാൻഡേർഡ് ഭാഷയൊക്കെ ക്ലാസ് സംസാരിച്ചാലേ അറബിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് റാഹത്താണ്. അപ്പൊ നിങ്ങൾ അറബി എന്തായിരിക്കും? ഇൻഷാ അല്ലാഹ്. ശുക്രൻ ലക്കും. ആയിക്കോട്ടെ. نتقدم بالشكر الخالص لحضرتك يا أستاذ. آمين 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 آمين. جزاكم الله خير الجزاء وشكرا للجميع. السلام عليكم. آمين آمين. وعليكم السلام ورحمة الله.